ആദ്യമായി ഒരു ആക്ഷൻ സിനിമ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലാൽ ജോസ്. ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ വരാനിരിക്കുന്ന ആക്ഷൻ സിനിമയെക്കുറിച്ച് ലാൽ ജോസ് തുറന്നു പറഞ്ഞത്. വരാനിരിക്കുന്ന സിനിമ ആദ്യ സിനിമ ചെയ്യുന്നത് പോലെ പരിഭ്രമത്തിലാണ് താനെന്നും ആദ്യ സിനിമ പോലെയുള്ള ടെൻഷനും എക്സൈറ്റ്മെൻറ്റും ഉണ്ടെന്നും ലാൽ ജോസ് പറയുന്നു. ഒരു നോവലിനെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രം കാടിനെ കേന്ദ്രീകരിച്ചാണ് കഥ പറയുന്നതെന്നും കഥ കേട്ട് സന്തോഷ് ശിവൻ ക്യാമറ ചെയ്യാമെന്ന് പറഞ്ഞെന്നും ലാൽ ജോസ് കൂട്ടിച്ചേർത്തു. പൊനം എന്ന് പറയുന്ന ഒരു നോവലിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ആ ചിത്രം. പൊനം ഒരു ബൃഹത്തായ നോവലാണ്. വനത്തിനെ കേന്ദ്രീകരിച്ച് കഥ പറയുന്ന ആ ചിത്രത്തിൽ കള്ളക്കടത്തും കൊലപാതകങ്ങളും എല്ലാം നടത്തുന്ന കുറേ മനുഷ്യരുടെ കഥയാണ് പറയുന്നത്. കർണാടക, തമിഴ്നാട്, കേരള ബോർഡറിലുള്ള ഒരു സ്ഥലമാണ്. അതെല്ലാം കൂടെ ഒന്നിച്ചു വരുന്ന ഒരു ഭാഷയാണ്. കന്നഡ കഥാപാത്രങ്ങളുണ്ട്. തീർച്ചയായും ഇത്തിരി വലിയ ക്യാൻവാസിൽ പറയാൻ പോകുന്ന സിനിമയാണ്. വിവിധ ഭാഷകളിൽ ഇറക്കാൻ തന്നെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ചെലവുള്ള സിനിമ കൂടിയാണ്. അതിൻ്റെ ടെൻഷൻ കൂടിയുണ്ട്. മുടക്കുന്ന പണം സ്ക്രീനിൽ കാണണമെന്ന് നിർബന്ധമുള്ള ആളാണ് ഞാൻ. പ്രൊഡക്ഷന് 2 സൈഡിൽ നിന്നുള്ളവർ ആയിരിക്കും. കേരളത്തിൽ നിന്ന് വിജയ് ബാബു ആയിരിക്കും. കഥ കേട്ടിട്ട് സന്തോഷ് ശിവൻ ക്യാമറ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ മറ്റൊരു ആകാംക്ഷ. നടക്കുമോ എന്നറിയില്ല. കാരണം അദ്ദേഹം വളരെ തിരക്കുള്ള ഒരാളാണ്. ഹോം ബാലെ ഫിലിംസിന് ചിത്രത്തിൽ ഒരു ടൈപ്പ് ഉണ്ടാവും. അവർക്ക് 1-2 പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്. അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്, ലാൽ ജോസ് പറഞ്ഞു.